ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സിസ്റ്റത്തെക്കുറിച്ചാണ്. സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് ബ്ലാക്ക് കോഫിയാണ് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റമാണ്. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച സിസ്റ്റത്തിലൂടെയാണ് ഈ ബ്ലാക്ക് കോഫി എൻ്റെ കൈ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കപ്പുണ്ട്, ബ്ലാക്ക് കോഫി ഉണ്ട്, പക്ഷെ ഞാനത് പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പം ഇത് ഈ കാപ്പിപ്പൊടി വന്നിരിക്കുന്നത് ചിലപ്പം വേറൊരു രാജ്യത്തു നിന്നായിരിക്കാം. ഇനി അഥവാ പഞ്ചസാര ഇടുന്ന ഒരാളാണെങ്കിൽ പഞ്ചസാര വേറെ സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ ഇത് ചൂടാക്കാനായിട്ട് ഗ്യാസ് വേണം. നമ്മുടെ ഗ്യാസാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു കപ്പ് വേണം. അപ്പം ഇത് പലരും വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് എനിക്കിങ്ങനെ ഒരു കാപ്പ് കുടിക്കാൻ പറ്റുന്നത്. മൃഗങ്ങളുടെ ലോകത്ത് ഇതില്ല. ഇപ്പോൾ ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടി തിന്നുമ്പോഴത്തേക്കും സൈഡിൽ മയണൈസ് ഇല്ല, അല്ലെങ്കിൽ വേറെ സൈഡ് ഡിഷൊന്നുമില്ല. അത് ഡയറക്റ്റ് അങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഈ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. അത്ര സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത രാജ്യങ്ങളാണ് ഡെവലപ്പിംഗ് കൺട്രിയും അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്നൊക്കെ പറയുന്നത്. അപ്പം ആരാണോ പണം ഉണ്ടാക്കുന്നത്, ഈ സിസ്റ്റം ഉണ്ടാക്കി ബിൽഡ് ചെയ്യാൻ കഴിവുള്ളവർക്കാണ് കൂടുതൽ പണം ഉണ്ടാകുന്നത്. അല്ലാത്തവർ സിസ്റ്റത്തിൽ ജോലി ചെയ്ത് ജീവിച്ച് മരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മനുഷ്യനുണ്ടാക്കിയ സംഭവമാണ്. നമ്മളിപ്പോൾ സിസ്റ്റത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് സിസ്റ്റത്തിലാണ് എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഇവിടെ ഒരു മരണം ഉണ്ടായാൽ നമ്മൾ ചിലപ്പോൾ തലേദിവസം കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കും. അതിന് ശേഷം അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി പിറ്റേ ദിവസമാണ് നടക്കുന്നത്. അപ്പം വീട്ടിലായിരിക്കും അതിൻ്റെ എടുത്ത് കൊണ്ടുവെക്കുന്നതൊക്കെ. അതേസമയം ഡെവലപ്ഡ് കൺട്രീസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്താണ്, അതിന് തന്നെ സ്പെഷ്യൽ സ്ഥലമുണ്ട് ബോഡി വെക്കാനായിട്ട്. നമുക്ക് അവിടെ പോയി കാണാം. പിന്നെ അവിടുന്ന് കൊണ്ട് അടക്കമൊക്കെ ചെയ്യുക ചെയ്ത് വീടിലോട്ട് കൊണ്ടുവരുന്നില്ല. അതൊരു സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ആ രാജ്യം ജീവിക്കുമ്പോൾ ആ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കറക്റ്റായുള്ള രീതി. അപ്പം നമ്മളിവിടെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സിസ്റ്റം ഡെവലപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ടാണ് മനുഷ്യൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആരാണോ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുള്ളവർ അവർ എപ്പോഴും സമ്പന്നരായിക്കൊണ്ടിരിക്കും. അല്ലാത്തവർ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കും. അല്ലാത്തൊരു സിസ്റ്റം ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാര്യം ആ സിസ്റ്റം പൊളിക്കാൻ നോക്കും. കാര്യം അത് നടത്താതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പോലീസ് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുമ്പോഴത്തേക്കും ഇടാതിരിക്കുന്ന വിദ്വാന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ വെക്കാതിരിക്കുന്നവരുണ്ട്. അപ്പം അവർ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കാൻ പല നായകരാണ് അവർ പറയുള്ളൂ. അല്ല ഹെൽമെറ്റ് വെക്കാതിരിക്കാൻ വേണ്ടി മുടി പോവും എന്നൊക്കെ പറയും. അപ്പോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. അത് അറിവില്ലായ്മയും ബോധമില്ലായ്മയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരാണോ സിസ്റ്റം ഉണ്ടാക്കാൻ കഴിവുള്ളവൻ അവൻ കാശുണ്ടാക്കും. ആരാണോ സിസ്റ്റം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവൻ പുറകോട്ട് പോവും. അവൻ ശിക്ഷ അനുഭവിക്കും, ദുരിതം അനുഭവിക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ വേറെ ഉള്ള ക്രിയേറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് ജീവിച്ച് മരിക്കും. നിങ്ങൾക്ക് ആരാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ.